പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഈ പ്രഭാതം നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടും, ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിനെന്നും സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പല കഴിവുകളും ഉണ്ടായിരിക്കും. എന്നാൽ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ യാതൊരു പ്രതാപത്തിലും ഒരു ദൈവഭക്തൻ പ്രശംസിക്കരുതെന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യർ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന 3 പ്രധാന വിഷയങ്ങളാണ് ഇരമ്യാവിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ജ്ഞാനം, ബലം, ധനം. ഈ 3 വിഷയങ്ങളും പ്രശംസയ്ക്ക് യോഗ്യമല്ല. കാരണം ഇവ 3ഉം നശിക്കുന്നതാണ്. ഈ ലോകത്തിൽ അറിവ് നേടരുതെന്നോ അതിനായി പരിശ്രമിക്കരുതെന്നോ ദൈവവചനം പറയുന്നില്ല. വചനം പ്രമാണിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്ന യഹൂദ ജനത്തിന് ദൈവം വളരെ ജ്ഞാനം നൽകുകയും ചെയ്തു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഒരു ഭക്തൻ എന്തെല്ലാം ചെയ്യരുതെന്ന് തൻ്റെ പുസ്തകത്തിൽ താൻ എഴുതിയോ അതെല്ലാം താൻ തന്നെ അക്കമിട്ട് ചെയ്യുകയും ജീവിതത്തിൽ നശിച്ചു പോവുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. എത്ര ശക്തനായ മനുഷ്യനായാലും മനുഷ്യൻ അല്പായുസുള്ളവനാകയാൽ അവൻ്റെ കായിക ശക്തി കുറയുകയും ചെയ്യും. അത് എന്നതിന് സംശയമില്ല. യൗവനം വേഗം തീരുകയും മനുഷ്യൻ ബലഹീനനായി തീരുകയും ചെയ്യും. 33 വയസ്സിനുള്ളിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ബലത്തിലും കഴിവിലും അതിരറ്റ് പ്രശംസിച്ചിരുന്നു. എന്നാൽ അവസാന യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന് തോഴിമാരോടൊത്ത് പനിനീർ കുളത്തിൽ കുളിക്കുമ്പോൾ തനിക്ക് നേരിട്ട ജ്വരത്താൽ താൻ 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പ്രിയ ദൈവവൈതലേ, മനുഷ്യരുടെ ജ്ഞാനവും ബലവും ഇത്ര നിസ്സാരമാണെന്നിരിക്കെ 33-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനവും രക്തവും ഊറ്റിത്തന്ന നമ്മുടെ കർത്താവിൽ നമുക്ക് നിത്യം പ്രശംസിക്കാം. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. എന്നാൽ ധനം എല്ലാറ്റിനും ഒരു പരിഹാരമാകുന്നില്ല. എത്രയോ ധനവാന്മാരും തങ്ങളുടെ സമ്പത്ത് നിമിത്തം സമാധാനവും ഉറക്കവും സ്വസ്ഥതയും ഇല്ലാതെ ഒടുവിൽ നിത്യതയും നഷ്ടപ്പെട്ടവരായി അവസാനിക്കുന്നു ഈ ലോകത്ത്. ആകയാൽ ധനത്തിൽ പ്രശംസിക്കരുത്. അർത്ഥശൂന്യമാണ്. തൻ്റെ ധനത്തിലും പ്രതാപത്തിലും പ്രശംസിച്ച നെബൂഖദ്നേസറിൻ്റെ അനുഭവം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുമല്ലോ. ആമേൻ. ആകയാൽ ധനത്തിൽ പ്രശംസിക്കാതെ ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു എന്ന് നമുക്കും ധൈര്യത്തോടുകൂടെ പറയാം. ഇന്ന് ലോകത്തിൽ അനേകർ പ്രശംസിക്കുന്നത് മാളിക വീട് ലഭിച്ചത് കൊണ്ട്, വില കൂടിയ കാറുകൾ ലഭിച്ചത് കൊണ്ട്, മക്കൾ വിദേശ രാജ്യങ്ങളിൽ എത്തിയത് കൊണ്ട്, 5 സെന്റിൽ നിന്നും 50 ഏക്കർ സമ്പാദിച്ചത് കൊണ്ട്, ഇങ്ങനെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സമ്പത്തിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ആമേൻ ഉയർച്ചകളെക്കുറിച്ചും പ്രശംസിക്കുമ്പോൾ ആമേൻ പൗലോസ് ആമേൻ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കഴിഞ്ഞു എന്നതിലാണ് ആമേൻ സ്തോത്രം താൻ പ്രശംസിക്കുന്നത്. സക്കായി ഒരു കാലത്ത് സമ്പാദിക്കുവാനും സമ്പാദിച്ചൽ പ്രശംസിക്കുവാനും സമയം വേർതിരിച്ച് മനുഷ്യനായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ട നിമിഷം മുതൽ താൻ ചിന്തിച്ചു, സമ്പാദിച്ചതിൻ്റെ 4 ഇരട്ടി തിരികെ കൊടുത്തുകൊണ്ട് കർത്താവിൽ പ്രശംസിപ്പാൻ തൻ്റെ ജീവിതത്തെ താൻ ഒരുക്കി വെച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോടുകൂടെ ഇന്ന് പ്രഭാതം നമുക്കും ചേർന്ന് പറയുവാനിടയാകട്ടെ. ഈ ആമേൻ നശിച്ചു പോകുന്ന സകല ഹാലിലെ കഴിവിലും ധനത്തിലും പുകഴ്ചയിലും പ്രശംസിക്കാതെ, പ്രിയ ദൈവവൈതലേ, നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ആയുസ്സും വേഗത്തിൽ കൊഴിഞ്ഞു പോകും. കർത്താവിൽ പ്രശംസിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുവാനിടയാകും. ആമേൻ. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് കർത്താവിൽ സങ്കീർത്തനക്കാരനോടുകൂടെ ഈ പ്രഭാതം പ്രശംസിപ്പാനിടയാകട്ടെ. ദൈവത്തിൽ
ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നന്മകളെ അനുഭവിച്ച് കർത്താവിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലായിരിക്കാം. അരിമനാഥൻ്റെ വരവിൽ നമ്മെയും സ്വന്തം ചേർത്തുകൊള്ളുവാൻ. ആമേൻ. ഹല്ലേലൂയ. നാം വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ദൈവഭയത്തോടുകൂടെ നമുക്കായിരിക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദാദാ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിത്യം ദൈവത്തിൽ അരിമനാഥനായി ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിൽ പ്രശംസിപ്പാൻ ഞങ്ങളെ എല്ലാ ദിനവും കർത്താവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.